ഹലോ ഗായ്സ്, അങ്ങനെ ബ്ലോഗിങ് പർപ്പസിന് വേണ്ടി ഒരു ഫോൺ വരുവാണ്. ഐക്യൂവിൻ്റെ C10R എന്ന് പറഞ്ഞ ഫോണാണ്. അത്യാവശ്യം ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു ഫോണാണ്. നമുക്ക് വേണ്ടി വീഡിയോയിലോട്ട് കിടക്കാം. ആണ് ബ്ലോഗിങ് പർപ്പസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത് ഫോൺ വരുന്നത്. ഫസ്റ്റ് നമുക്ക് ഡിസൈൻ നോക്കാം. ഡിസൈൻ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു ഡിസൈനാണ്. കാരണം വിവോയുടെ V സീരീസ് ഒക്കെ വരുന്ന അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. പിന്നെ സ്ലിമ്മസ്റ്റ് ഫോൺ എവർ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഫോണായിട്ടാണ് IQ C10R വരുന്നത്. അത്യാവശ്യം സ്ലിം ഫോണാണ്. ഡിസൈൻ വൈസ് ചെയ്ത് ഓക്കെ, 2 കളേഴ്സിലാണ് വരുന്നത്. ഇനി നമുക്ക് ഡിസ്പ്ലേ എടുക്കാം. ഡിസ്പ്ലേ വരുമ്പോൾ ഒരു 6.78 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം കോഡ് കർവ് ഡിസ്പ്ലേ വിത്ത് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. വിത്ത് സ്റ്റീരിയോ സ്പീക്കേഴ്സ്. നമുക്ക് ഇതിൻ്റെ ബാറ്ററി ലൈഫിലോട്ട് എടുക്കാം. ബാറ്ററി ലൈഫ് വരുമ്പോൾ 5800 mAh ബാറ്ററി, ഒരു 68 വോൾട്ടിൻ്റെ ചാർജറാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫ് ഈ ഒരു സ്ലിമ്മസ്റ്റ് ഫോൺ എവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ലിമ്മിൽ. DDR-ൻ്റെ 5X RAM ആണ് വരുന്നത്. UFS 2.2 സ്റ്റോറേജേ വരുന്നുള്ളൂ. പ്രോസസ്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയമണ്ട്സിറ്റിയുടെ 7400 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. പിന്നെ ക്യാമറ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയിൽ നമുക്ക് മെയിൻ മെഗാ പിക്സൽ എന്ന് പറഞ്ഞാൽ 15 മെഗാ പിക്സലാണ്. ഫ്രണ്ടിൽ 32 മെഗാ പിക്സലാണ്. ഒരു 2 മെഗാ പിക്സലിൻ്റെ മാക്രോ സെൻസേഴ്സും വരുന്നുണ്ട്. അത് യൂസ്ലെസ് ആണെന്ന് ഞാൻ പറയും. 50 MB നമുക്ക് ഇതിന് ബ്ലോഗിങ് ക്യാമറ എന്ന് പറയാൻ കാരണം 4K റിയൽ ക്യാമറയിൽ നമുക്ക് 4K 60 FPS എടുക്കാം. ഫ്രണ്ടിൽ നമുക്ക് 4K 30 FPS എടുക്കാം. അതാണ് ഇതിൻ്റെ ബ്ലോഗിങ് ക്യാമറ എന്ന് പറഞ്ഞിട്ട് കാര്യം. നല്ല ക്വാളിറ്റി ആയിരിക്കും. എന്തായാലും അവർ ഫോക്കസ് ചെയ്യുന്ന വീഡിയോഗ്രാഫിക്കാണ്ട് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. EAS OAS ഒക്കെ കാണും. പിന്നെ ഐക്യൂവിൻ്റെ മറ്റ് ഫോണുകളിൽ കാണാത്തൊരു ഫീച്ചറുണ്ട്. എന്ന് വെച്ചാൽ ഫ്ലാഗ്ഷിപ്പ് ലെവലായിട്ടുള്ള IQ13 ഉണ്ടായിരുന്ന അതേ ഫീച്ചേഴ്സ് തന്നെ ഇവിടെ കൊണ്ട് IP68 69 റേറ്റിംഗ്. കാരണം വേറെ ഡിവൈസിലൊന്നും IQ അങ്ങനെ വാട്ടർ പ്രൂഫ് കൊടുക്കാത്ത, പക്ഷേ ഇതിൽ എന്തായാലും IP68 69 റേറ്റിംഗ് ഉണ്ട്. എന്തായാലും മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതൊരു ബ്ലോഗിങ് ഫോൺ ആയതുകൊണ്ട് മഴയൊക്കെ വെച്ചിട്ടായിരിക്കും അവർ ഇത് ഫോക്കസ് ചെയ്തിട്ടാണ് IP റേറ്റിംഗും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാം കൊണ്ട് ഒരു ഓൾറൗണ്ടർ പാക്കേജ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം ബാറ്ററിക്ക് ബാറ്ററി, ക്യാമറയ്ക്ക് ക്യാമറ, അത്യാവശ്യം നല്ല ക്യാമറ. കാരണം വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അത്യാവശ്യം ഓക്കെ. പക്ഷെ വൈഡ് ആംഗിളോ അൾട്രാ വൈഡ് ആംഗിളോ 2X ക്യാമറ ഒന്നും വരുന്നില്ല. എന്നാലും അത്യാവശ്യം ഒരു ക്യാമറ സിംഗിൾ ക്യാമറയിൽ അത്യാവശ്യം നല്ലതായിട്ട് എടുക്കാം. ഫ്രണ്ടിലും 4K റെക്കോർഡിംഗ് ഉണ്ട്. ഡിസ്പ്ലേ അടിപൊളി, സ്റ്റീരിയോ സ്പീക്കർ, ബാറ്ററി ലൈഫ് ഓൾ റൗണ്ടർ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഇത് പ്രൈസിങ് വരുന്ന 17,999 ആയിരിക്കും വരാൻ പോകുന്നത്. നമുക്ക് വരുമ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക.